മ്ലാവ്, പന്നിയം, മലയണ്ണൻ ഒരു സാധനം തരത്തില്ല. മ്ലാവ് വന്നിട്ട് കൊക്കയെല്ലാം പറിച്ചിരുന്നു, മലയണ്ണം വന്നിട്ട് പച്ചക്കൊക്കെ പറിച്ചിരുന്നു, തേങ്ങ തിന്നുന്നു, എല്ലാം തിന്നു. ആൾക്കാർ ഇവിടുന്ന് മടുത്ത് പോയിക്കൊണ്ടിരിക്കുക. പിള്ളേരുടെ കാലശേഷം ഇവിടെ കാർന്നമാരായിരുന്നു. പിള്ളേരെല്ലാം വിട്ടുപോയി ഇവിടുന്ന്. കുറച്ച് കാർന്നമാരൊക്കെ ഇങ്ങനെ ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും പോകുന്നുണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു കുളം കാണാവേ. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പയർ കൃഷി ചെയ്തേക്കുന്നതിന്റെ ഒരു കാഴ്ച കാണാം. ഇവിടെ ചെറിയൊരു തോടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉപ്പുകുന്നു മലനിരകളുടെ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാം കേട്ടോ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ അർക്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളമാവ് എന്ന സ്ഥലത്തെ ഉൾഗ്രാമമായ മുത്തിരുണ്ടാറിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മുത്തിരുണ്ട ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം 3-4 കടയുള്ള ഒരു ജംഗ്ഷനാണിത്. ഇവിടെ നിന്ന് താഴോട്ട് കടന്ന വഴിക്കാണ് നമ്മൾ മുത്തിരുണ്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫേമസ് ആയ ഹോട്ടൽ ശിവമയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആശാനെ നമ്മളങ്ങനെ മുത്തിരുണ്ട ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മുത്തിരുണ്ട ഇറക്കം കേട്ടോ ഇവിടുന്ന്. നല്ല വഴിയാന്ന് തോന്നുന്നു. കുറച്ച് ഭാഗം കോൺക്രീറ്റ്, കുറെ ഭാഗം ടാറിങ്, അങ്ങനെയാണ്. ഇത് തടിയനാക്കുള്ള റോഡാണ്. തടിയനാലോ? ആ, ഈ നാളികേനയുടെ അടുത്തുള്ള സ്ഥലമാണ് തടിയനാൽ. ഇതൊരു കാർഷിക ഗ്രാമം കേട്ടോ. ഒരുപാട് പച്ചക്കറികളോട് കൃഷി ചെയ്തിട്ടുണ്ട്. മലയുടെ അടിയിലോട്ടാണ് ഇറങ്ങുന്നത്. ആ, നമ്മളൊരു ഒരു താഴ്വരയിലോട്ട് ഇറങ്ങിപ്പോന്നതാണ്. ഇനി കോൺക്രീറ്റ് വഴിയാ. ഇതേ കാണുന്ന സ്ഥലമൊക്കെ ഉപ്പൂന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലായിരുന്നു. ഉപ്പൂന്നൊക്കെ ആ പ്രദേശങ്ങളൊക്കെ നല്ല വഴിയാണ്, കുഴപ്പമില്ല. ഈ ഇറക്കമാണ്. ഇത് അങ്ങ് വരെ ഉണ്ടോ? ആ, താഴെ വരെ ഇറക്കുക. അല്ല, ഈ വഴി കോൺക്രീറ്റ് അങ്ങ് വരെ ഉണ്ടോ? കോൺക്രീറ്റ് ഉണ്ട്, താഴെ വരെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇത് ഉപയോഗമില്ലാത്തവർ താമസിക്കുന്ന കൂട്ടാ. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ മുത്തിരുണ്ട ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മറ്റം ജംഗ്ഷനെ. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ടേ. നമസ്കാരം. അന്നക്കുട്ടി. വർഷങ്ങളോട് താമസിക്കുന്നതാണോ? 10-38 കൊല്ലം. അപ്പൊ നമ്മുടെ ഈ മുത്തിരുണ്ടയെ കുറിച്ച് എന്താണ് അമ്മച്ചിക്ക് പറയാനുള്ളത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഇതാ. കൃഷിയും കാര്യങ്ങളൊക്കെ ഒരുപാടില്ലേ? കാപ്പിക്കുരു, കൊക്കോ, പച്ചക്കറി കൃഷി ഒരുപാടുണ്ടോ? അല്ലേ, ഇപ്പൊ ഉണ്ടോ? കുറേച്ചെ. കുറവല്ലേ? കടക്ക് എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കുറേച്ചേ ഉള്ളൂ. ആൾക്കാര് ഇപ്പം പച്ചക്കറിയൊക്കെ ഉള്ളതല്ല. മഴക്കാലം ആവുമ്പോ നമുക്ക് കച്ചവടം വരും. ഇവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ടോ അതോ കുറവാണോ? ഇപ്പൊ ആൾക്കാർ കുറവാ. ഇവിടെ ഒരു കംപ്ലൈന്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. പോലീസ് സ്റ്റേഷനുകാർ വെച്ചാണോ? അതിലെ ഒന്നുമില്ല, എല്ലാം പോയി. ഇവിടെ അമ്പലത്തിലെ പരിപാടിയുടെ ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിലെ കട കേട്ടോ. അത്യാവശ്യം എല്ലാം ഉണ്ടല്ലേ, പച്ചക്കറി, പലചരക്ക്. ചേട്ടാ പേരെന്നായിരുന്നു? എന്റെ പേര് ആന്റണി. ആന്റണി അല്ലേ? ആന്റണി. എത്ര വർഷം ഇവിടെ താമസിക്കുന്നു? ഇവിടെ വന്നിട്ട് 89 വന്നതാ. 89 വന്നാലേ? നേരത്തെ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? നേരത്തെ നെടിയശാല ഇങ്ങോട്ട് വന്നാലേ? ഇവിടെ വന്നതാ. അവിടെ കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയും കാര്യങ്ങളും, പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ഇവിടെ. പിന്നെ പോരാഞ്ഞിട്ട് പിന്നെ വെള്ള സൗകര്യമുണ്ട്, തോട്ട് സൗകര്യം. ഇവിടെ വന്ന് അന്ന് വന്ന സമയം തൊട്ട് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തിരുണ്ടയ്ക്ക് വികസനമാണോ വികസനം കുറവാണോ? ഇപ്പൊ സ്വർഗം ഇവിടെ. അതെയോ? എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സൗകര്യമുണ്ട്. മറ്റേ നമ്മളൊക്കെ വന്നപ്പോ വണ്ടിയിൽ ഇറങ്ങി വെച്ച് നടന്നു പോവാറുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെയാന്ന് വെച്ചാൽ കാട്ടുമൃഗങ്ങൾ, പന്നി ശല്യം ഉള്ളു. പന്നി ശല്യം ഉണ്ടല്ലേ? പിന്നെ ഈ ഇടയ്ക്കൊക്കെ ഈ മറ്റുള്ള കുരങ്ങ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പന്ന് പറഞ്ഞാൽ നല്ല സൗകര്യം. നേരത്തെ കാലം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ സൗകര്യം കൂടുതലുണ്ട്. അല്ല, നേരത്തെ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ സ്വർഗമാ. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഇച്ചിരി വണ്ടിയാണെങ്കിലും ഇപ്പൊ എനിക്ക് എന്നെ വെറ്റിത്ത് വരും, ഇവിടെയും വരും. മറ്റേയൊക്കെ ഞങ്ങൾ ഇമ്മയിൽ നടക്കുകയും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ ഇച്ചിരി മഴയൊക്കെ പിടിക്കുമ്പോൾ ഇച്ചിരി പാടേ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല താമസിക്കാനാണ് നല്ല സൗകര്യം. അല്ല, താമസിക്കാനിപ്പോ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ ഈ തൊഴിലും കാര്യങ്ങളൊക്കെ ഒത്തിരി പേരൊക്കെ ഈ സ്ഥലം ചുമ്മാ ഇട്ട് 10 ഏക്കർ, 5 ഏക്കർ, 3 ഏക്കറൊക്കെ അതിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ആൾക്കാരെല്ലാം കുറെ എല്ലാം കടന്നു പോകണം. ഇറങ്ങി പോകുന്നുണ്ട്. അല്ല, വിറ്റേച്ച് പോവാ. പോകുന്നുണ്ടല്ലേ? പിന്നെ തീർ വിറ്റേച്ച് പോവാ. അതിനങ്ങനെ പോകാൻ കാരണം അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും നോക്കുമ്പോ പണിയാനും ഇതൊന്നും പറ്റൂല്ലോ. മറ്റേ നാട്ടിലേക്ക് ഇറങ്ങിയ 5 സെന്റോ 10 സെന്റോ വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് അങ്ങനെ. കൃഷിക്ക് ആൾക്കാർ കുറവല്ലേ പണ്ടത്തെ അപേക്ഷിച്ച്? അല്ല, പണ്ടത്തെ വെച്ച് നോക്കുമ്പോ കൃഷിക്ക് കുറവാ.
പിന്നെ ആദായം കാര്യങ്ങളും മിക്ക പറമ്പിലും ഉണ്ട്. ആ ആ പിന്നെ കാപ്പിയായി, കൊടിയായി, തെങ്ങായി, ആ കവുങ്ങായി. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാം, നമുക്ക് കാപ്പിയും ഒക്കെ ആ കാണാമല്ലോ. അതുപോലെ തന്നെ കുറെ വീട്ടുകാർ പിന്നെ ഇവിടെ കിടക്കണതെന്ന് വെച്ചിട്ട് അവർക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മളൊന്നും അങ്ങനെ പോയിട്ട് കാര്യമില്ല, ശമ്പളം ഇല്ല. പിന്നെ സ്ഥിരം പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റും. ഇവിടുത്തോളം സൗകര്യം ഇപ്പൊ ഞങ്ങളെ മൂലമറ്റത്ത് വന്നാൽ പറ്റൂല. എല്ലാം കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് മുത്തിരുണ്ട അല്ലേ? അല്ല, നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അഭിപ്രായത്തിൽ നല്ല സ്ഥലമാണ്. ഇപ്പൊ നമ്മളിപ്പോ വേറെ പോയി പല സ്ഥലവും നോക്കി വെച്ച് ഞാനിവിടെ വന്ന് വെള്ള സൗകര്യം നോക്കി. അതുകൊണ്ട് പറ്റാത്തോളാം ജഡത്തിക്കൊക്കെ എനിക്ക് വെള്ള സൗകര്യത്തില് ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വരെ ഇതെല്ലാം നല്ല കുത്തിറക്കമുള്ള സ്ഥലങ്ങളാണ്. വന്നിട്ടേ ഒരു മലയുടെ മണ്ടേ കയറി തിരിയുമ്പോൾ നമ്മൾ ഓർക്കും ഇതായിരിക്കും ഏറ്റവും വലിയ മല. ഇവിടെ എല്ലാം കൃഷിയുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കുളമാവിൻ്റെ അവിടെ നിന്ന് മുത്തിരുണ്ട ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ വലിയ ഇറക്കമൊക്കെ ഇറങ്ങിയത് നമുക്കൊരു നിരപ്പുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഏലത്തോട്ടമൊക്കെ ഉണ്ട്, ചെറിയ ഏലത്തോട്ടമുണ്ട്. ഇവിടെ ജാതിയൊക്കെ നിൽക്കുന്നു, ഇവിടെ വാഴ കൃഷി ചെയ്താക്കുന്നു. അപ്പോൾ ഇതൊരു നിരപ്പാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇപ്പുറ സൈഡിലും കപ്പ കൃഷിയുണ്ട്. ഇവിടെയൊക്കെ പന്തലിട്ടുണ്ട് കേട്ടോ, ഈ വയറൊക്കെ ഉള്ള പന്തലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയ ഒരു കാർഷിക ഗ്രാമമാണ് നമ്മുടെ മുത്തിരുണ്ടയാർ അഥവാ ലോവർ കുളമാവ്. അപ്പോൾ നമുക്കിനി തൊട്ടപ്പുറത്തായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഇവിടുത്തെ ഒരു കത്തോലിക്ക പള്ളി കാണാവേ. ഇതാണ് മുത്തിരുണ്ടയാറിലെ കത്തോലിക്ക പള്ളി. ഇത് പള്ളിയുടെ മെയിൻ്റെനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, പെയിൻറ്റിങ്ങോ ഇവിടെ പൊതുപ്പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പേരെന്നായിരുന്നു? എൻ്റെ പേര് അജു. ചേട്ടൻ എത്ര വർഷമായിട്ട് താമസിക്കുന്നു? ഞങ്ങളിപ്പോൾ 53 വർഷമായി. ജനിച്ചോളം ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ കരിമണ്ണൂര്. അതെ അല്ലേ, അവിടെ ഇങ്ങോട്ട് വരുവാണോ? ഇത് ഇവിടെ 73 വന്നോ? 73. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടം ഇന്നത്തെ കാലത്ത് നമ്മൾ ഇവിടെ അന്ന് ഇവിടെ മൊത്തം മഴയും വേനലൊന്നും സംഭവമില്ലായിരുന്നു, മൊത്തം മഴയൊക്കെ ആയിരുന്നു ഇവിടെ. കൃഷി കാര്യങ്ങളൊക്കെ എല്ലാം പന്നിശല്യമായിരുന്നു മൊത്തം, ഒരു രക്ഷയില്ലായിരുന്നു. കാരണം കുറെ സ്ഥലമൊക്കെ മേടിച്ചു ഇവിടെ വന്നു, പക്ഷെ ഒന്നും കൃഷി ചെയ്തിട്ടൊന്നും ഉണ്ടാകത്തോണ്ട് അന്ന് വല്ല മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇഷ്ടം ഒരുപാട് കൃഷികളുണ്ടല്ലേ? ഏലൊക്കെ കുറവാണേ. മെയിനായിട്ട് കൃഷി ചെയ്യുന്ന പച്ചക്കറിയാണോ? പച്ചക്കറി ഉണ്ട്, പിന്നെ കാപ്പി, തെങ്ങ്, കൊടി, കൊക്കോയ. പണ്ടത്തെ അപേക്ഷിച്ച് ആൾക്കാർ ഇവിടെ കുറവാണോ ഇപ്പൊ കൂടുതലാണോ? ആൾക്കാരിൽ ഇവിടുന്ന് ഈ കൃഷിയുടെ മറ്റേ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ കാരണം ഇവിടുന്ന് ആൾക്കാരെല്ലാം വിറ്റിട്ട് പോവുക നാട്ടിൽ. 56 ഇടക്കാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 10, 40, 45 പേരൊക്കെ 40 പേരൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ പൊതുപണി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ പള്ളിയിൽ പൊതുപണി നടക്കുന്നത് പെരുന്നാളാണോ? പിന്നെ ഇവിടെ ഞങ്ങളൊരു കൊച്ചുപുരക്കിൽ അച്ഛൻ ഉണ്ടായിരുന്നു. ഇവിടെ അച്ഛൻ വന്ന പിന്നെയാണ് ഇവിടെ പള്ളിയൊക്കെ പണിയും പള്ളിമുറിയൊക്കെ പണിയും. അച്ഛന്റെ കാലഘട്ടത്തിലായിരുന്നു കൊച്ചുപുരക്കിൽ അച്ഛൻ, മറ്റേ അഗസ്റ്റിൻ കൊച്ചുപുരക്കിൽ അച്ഛൻ കയർജ സമിതിയുടെ ചെയർമാൻ ആയിരുന്നു. അതിനുശേഷം അച്ഛൻ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന രീതിയിൽ റോഡൊക്കെ അച്ഛൻ വന്ന പിന്നെയൊക്കെയാണ്. പിന്നെ ജോയ്സ് ജോർജ് ജയിച്ചപ്പോഴാണ് മറ്റേ റോഡൊക്കെ ഇവിടെ ഉണ്ടാകുകയൊക്കെ ചെയ്തത്. റോഡ് താഴെ വരെ തടിയനേക്കുള്ള റോഡല്ലേ? തടിയനേക്കുള്ള റോഡ് മുട്ടാൻ വേണ്ടി എല്ലാ മന്ത്രിമാരും 2000-ലാണെങ്കിൽ ഇവിടെ കറണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ PJ ജോസഫ് സാർ ഇവിടെ അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ 2000 ഫെബ്രുവരി 5-ാം തീയതി താഴെ വെച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ റോഡ് അന്ന് പുള്ളി തൊഴിൽ MLA ആയിരുന്നു. അന്നേരം ഇവിടെ റോഡൊക്കെ മുറിച്ച് തരുന്നൊക്കെ അന്ന് പറഞ്ഞാണ്. ഇതുവരെ ഇത്ര വർഷങ്ങളായി, 27 വർഷമായി. ഒരു 1/2 കിലോമീറ്റർ ഉള്ളു ഇവിടെ. തൊഴിലേക്ക് ഒരു 10 കിലോമീറ്റർ ലാവാ. തൊഴിൽ ചുറ്റി പോകണമെങ്കിൽ 36 കിലോമീറ്റർ ഉണ്ട്. തൊഴിൽ കൂടെ പോകണമെങ്കിൽ മറ്റേ മൂലാറ്റും കൂടി പോകണമെങ്കിൽ ഇതിൽ പോകണമെങ്കിൽ നമുക്ക് 26 കിലോമീറ്റർ കാര്യം പറഞ്ഞാൽ തൊഴിൽ എത്തുകയും ചെയ്യും. പക്ഷെ ഇടയ്ക്ക് ഒരു പോർഷന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് കുറെ കല്ലുകളാണ് കിടക്കുന്നത്. ഒരു 500 മീറ്റർ ഉള്ളൂ. താഴെ ആദിവാസികൾ താമസിക്കുന്നതാണ്. ആദിവാസികൾ ഞങ്ങൾ എല്ലാവരും കൂടി റോഡ് കണ്ടൊന്ന് വെട്ടി തരണം. വെട്ടി കഴിഞ്ഞാൽ പോർഷർ ഒന്ന് തടയൊക്കെ ചെയ്തു. പിന്നെ കല്ലൊക്കെയാണ് ഇടയ്ക്ക് മൊത്തം. ഏത് മന്ത്രിമാർ വന്നാലും എല്ലാവരും പറയും ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയത് MP പറയും, MLA പറയും, എല്ലാവരും പറയും എല്ലാം വികസിപ്പിച്ചാറാണ്. ഇവര് ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ നാട്ടിലേക്ക് പോലും കാണത്തില്ല. ഇവിടെ ഒരു പണ്ടുമല്ല ഒരു തരുന്നില്ല. അവസ്ഥയിലാണ് നമ്മുടെ മോശമാണ് ഇവിടെ അവസ്ഥയൊക്കെ. കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെയാണ്. ആൾക്കാരുടെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? ഇപ്പോഴും മൃഗങ്ങൾ, മ്ലാവ്, പന്നി, മലയണ്ണൻ ഒരു സാധനം തരത്തില്ല. മ്ലാവ് വന്നിട്ട് കൊക്കയെല്ലാം പറിച്ചിരുന്നു, മലയണ്ണം വന്നിട്ട് പച്ചക്കൊക്കെ പറിച്ചിരുന്നു, തേങ്ങ തിന്നുന്നു, എല്ലാം തിന്നുന്നു. ആൾക്കാർ ഇവിടുന്ന് മടുത്ത് പോയിക്കൊണ്ടിരിക്കുക. പിള്ളേരുടെ കാലശേഷം ഇവിടെ കാർന്നമാരായിരിക്കും. പിള്ളേരെല്ലാം വിട്ടുപോയി ഇവിടുന്ന്. കുറച്ച് കാർന്നമാരൊക്കെ ഇങ്ങനെ ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും പോകുന്നുണ്ട് ഇവിടെ. ആര് വന്നാലും ജയിച്ചാലും അല്ല ഇതിങ്ങനെ തന്നെ, ഒരു ദിവസവും ഇല്ല. അപ്പൊ നമ്മള് പള്ളിയിലെയും അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ പ്രശ്നങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മള് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തോരം ഉണ്ടെന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞേട്ടെ. ഇനിയാ മൊത്തത്തിൽ 2.5 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. മൃഗം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി അല്ലാതെ കാട്ടുപന്നി എല്ലായിടത്തും പ്രശ്നമല്ലേ? നേരത്തെ കുളമാവിൽ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥയും മാറി. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വീടുണ്ടല്ലോ. ഈ കാണുന്ന ഇവിടുത്തെ അങ്കണവാടിയാണ്.
മുത്തിരുണ്ടയുടെ അങ്കണവാടി. ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് മലയിഞ്ചി കൃഷി കാണാം കേട്ടോ. മലയിഞ്ചി അത്, പക്ഷെ എല്ലാം ഉണങ്ങി നിൽക്കുക. കുരിശുപള്ളി 450 മീറ്റർ. ഒരു താഴ്വര ഗ്രാമം അല്ലേ, കൊളമാവിൽ ഒരു താഴ്വര ഗ്രാമമാണ് മുത്തിരുണ്ടയാർ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു കുളം കാണാവേ. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പയർ കൃഷി ചെയ്തേക്കുന്നതിന്റെ ഒരു കാഴ്ച കാണാം. ഇവിടെ ചെറിയൊരു തോടുണ്ട്. കോഴി ഫാം ഇവിടെ 3-4 കോഴി ഫാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. വേനൽക്കാലം ആണെങ്കിൽ അത്യാവശ്യം പച്ചപ്പുണ്ടല്ലോ ഇവിടെ. ഒരു ചെറിയ തണുപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ മുത്തിരുണ്ട ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ പിന്നിട്ട് നമ്മളങ്ങനെ മുത്തിരുണ്ടയാറിന്റെ ഏറ്റവും വഴി അവസാനിക്കുന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു മുത്തിരുണ്ട പള്ളി കണ്ടില്ലായിരുന്നു, ആ പള്ളിയുടെ ഒരു കുരിശുപള്ളി കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ കുരിശുപള്ളി. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ നാമത്തിലുള്ള ഒരു കുരിശുപള്ളിയാണിത്. അപ്പൊ ഇവിടെ വഴി 2ആയിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ട് ടാറിങ് തീരുവാണ്. ഈ വഴിക്ക് ഒരു റോഡുണ്ട്, അതുപോലെ ഈ വഴിക്ക് ഒരു റോഡുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്ന വഴിയായിരിക്കും നാളിയാനിക്കുള്ള വഴി. ഈ വഴി തിരിച്ച് നമുക്ക് കുളമാവിനുമുള്ള വഴിയായിരിക്കും. ഈ വഴി കുറേ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു 10-500 മീറ്റർ പിന്നെ വഴിയില്ല കേട്ടോ. അതിന് ശേഷമാണ് അപ്പുറത്തുനിന്ന് നാളിയാനി എന്നുള്ള വഴി വെട്ടിയാക്കുന്നത്. അപ്പം അത് രണ്ടും കൂടെ കൂട്ടിമുട്ടി ടാറൊക്കെ ചെയ്യുവാണെങ്കിൽ തൊടുപുഴയ്ക്ക് നമുക്ക് 10 കിലോമീറ്റർ ലാഭം കിട്ടും ഈ വഴി തെളിയുവാണെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉപ്പുകുന്നു മലനിരകളുടെ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മുത്തിരുണ്ടയാറിലെ മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, ഇവിടുത്തെ ധാരാളം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ നമ്മൾ നിൽക്കുന്നത് ഈ റോഡിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ്, അതായത് ഈ ടാറിങ് തീരുന്ന ഏറ്റവും അവസാന ഭാഗത്താണ്. അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡാണ്. ഈ റോഡ് തമ്മിൽ കൂട്ടിമുട്ടുക എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സാധിച്ചു കിട്ടട്ടെ നമുക്ക് ആശംസിക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിശേഷം ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.